പറവൂർ നഗരസഭ മുസ്ലിസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണവും വായനാ ദിനാചരണവും നടത്തി. നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജലജ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ NMP എഴ്സൺ പറവൂരിലെ എഴുത്തുകാരെയും വായനക്കാരെയും ആദരിച്ചു. ഈ ചടങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു സമൂഹത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള അത്യാഹിതങ്ങളെ മുൻകൂട്ടി കാണാൻ പ്രവചന സ്വഭാവത്തോടുകൂടി അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എഴുത്തുകാർക്ക് എന്നാണ്. നമ്മൾ പലതരത്തിലുള്ള അത്യാഹിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അത്യാഹിതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നമ്മുടെ സമൂഹത്തിന് നൽകുക എന്ന ഏറ്റവും ഉത്തരവാദിത്വപൂർവമായിട്ടുള്ള പ്രവൃത്തി നിർവഹിക്കുന്നവരാണ് എഴുത്തുകാർ. അവരെ ആ രീതിയിൽ കാണുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യാൻ സമൂഹത്തിന് പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യം. അതിന് പ്രധാനപ്പെട്ട കാരണം എഴുത്തുകാർ നിരന്തരമായി നിലനിൽക്കുന്ന വ്യവസ്ഥകളോട് കലഹിക്കുന്നവർ. ആ കലഹമാണ് അവരുടെ ഐഡന്റിറ്റി, അവരുടെ വ്യക്തിത്വം. അങ്ങനെ കലഹിക്കുമ്പോൾ അത് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ടുള്ള കലഹമായി മാറിത്തരികയാണ്. ആ എതിർപ്പുകൾ, കലാപങ്ങൾ, അല്ലെങ്കിൽ അവർ ഉയർത്തുന്നതായിട്ടുള്ള റബലിന്റെ ശബ്ദം അത് അംഗീകരിക്കാൻ ഒരു ഭരണകൂടവും തയ്യാറാണ്, ഒരു സമൂഹവും തയ്യാറാണ്. അങ്ങനെയാണ് പലപ്പോഴും എഴുത്തുകാർക്ക് സമൂഹത്തിനകത്ത് അവരർഹിക്കുന്ന തരത്തിലുള്ളതായിട്ടുള്ള അംഗീകാരം ലഭ്യമല്ലാതെ പോകുന്നു. പക്ഷേ എഴുത്തുകാർ അവരുടെ ജീവിതം ജീവിച്ചേ പറ്റൂ എന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ എഴുതേണ്ടി വരുന്നു, അവർക്ക് അങ്ങനെ പ്രവചിക്കേണ്ടി വരുന്നു. ആ പ്രവചന സ്വഭാവത്തോടുകൂടി തന്നെ അവർക്ക് അവരുടെ സമൂഹത്തിൽ അവരുടെ ശബ്ദം പ്രകടമാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പലതരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആയിരിക്കാം പലതരം എഴുത്തുകാരായിട്ട് നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ചെയർമാൻ പറഞ്ഞു, ഇന്ന് വായന മരിച്ച ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന വാർത്തയുണ്ട് എന്നുള്ളത്. ശരിയാണ്, വായന കുറയുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. വായന കുറയുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ പറവൂരും പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലൊക്കെ NSSന്റെ ക്യാമ്പുകളുണ്ടാകും. ആ ക്യാമ്പുകളിൽ മിക്കവാറും എനിക്ക് 2-3 സ്കൂളിൽ എങ്കിലും പോയി സംസാരിക്കേണ്ടി വരാറുണ്ട്. എല്ലാവരും ഞാനവിടെ ചെല്ലും. ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. എല്ലാ കുട്ടികളും ഏതാണ്ട് A+ വാങ്ങിച്ച് പഠിക്കാൻ വരുന്ന കുട്ടികളാണ്, മികച്ച കുട്ടികളാണ്. അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പുസ്തകം വായിക്കാറുണ്ടോ? ആ ക്യാമ്പിലുള്ള എല്ലാവരും ഒരുതരം വിമുഖമായ മനസ്സോടുകൂടിയാണെങ്കിലും പറയും, ഇല്ല, വായിക്കാറില്ല. ഒരു പുസ്തകം പോലും വായിക്കാത്ത കുട്ടികളെയാണ് നമ്മളവിടെ കാണുന്നത് എന്നത് നമുക്ക് നടുക്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരി, കാരണം പുസ്തകം വായിച്ചില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിക്കാനും? സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ അതെങ്ങനെയാണ് കുട്ടികൾ തിരിച്ചറിയുന്നത്, സമൂഹം തിരിച്ചറിയുന്നത്? ആ അനീതികളോട് സത്യസന്ധമായി പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയും. നമ്മളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം അനീതിക്ക് ഒപ്പം സഞ്ചരിക്കുന്നവരായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. പല എഴുത്തുകാരെയും ചില ഘട്ടങ്ങളിലൊക്കെ ഈ അനീതിക്കൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളത് ശരിയാണ്. എങ്കിലും വളരെയധികം പേർ അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ബെർത്തോൾട്ട് ബ്രെത്തിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് അദ്ദേഹം ഹിറ്റ്ലറുടെ കാലത്ത് എങ്ങനെയാണ് അധികാരികൾ പുസ്തകങ്ങളെയും എഴുത്തുകാരെയും സ്വീകരിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നത്. പുസ്തകങ്ങൾ കത്തിച്ചു കളയും, എഴുത്തുകാരെ കൊന്നുകളയും. അപ്പൊ എഴുത്തുകാരെയും പുസ്തകങ്ങളെയും ഒക്കെ തീയിട്ട് ചുട്ടുകൊല്ലുന്ന ഒരു കാലം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ കാലമാണ്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്സിന്റെ മഹത്തരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഓട്ടം ഓഫ് ദി പാട്രിയാർച്ച് എന്ന് പറയുന്നത്, കുലപതിയുടെ ശിശിരകാലം എന്ന്. ആ പുസ്തകം ലോകത്തെല്ലായിടത്തുമുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളുടെ സ്വഭാവ സവിശേഷതകളെയാണ് വ്യക്തമാക്കുന്നത്. നമ്മളത് വായിച്ചേ പറ്റൂ, നമ്മളത് അറിഞ്ഞേ പറ്റൂ. നമ്മൾ അതിൻ്റെ പൊതു സ്വഭാവത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് എഴുത്തുകാരുടെയും വായനക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. വായനയ്ക്കൊരു മഹത്വമുണ്ട്, വായനയ്ക്കൊരു മാന്ത്രികത, എ മാജിക്കൽ ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്ന. നമ്മളൊരു പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും അത് നമ്മളെ മാറ്റിക്കളയും,
മാറ്റാൻ പറ്റുന്ന ഒരു കരുത്ത് അതിനുണ്ട്. കാരണം എന്താ? മനുഷ്യൻ നിരന്തരം പുതുക്കുന്ന പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത്. മനുഷ്യന് നിരന്തരം പുതുക്കുന്ന പ്രക്രിയ, അതാണ് വായന. ഇങ്ങനെ വായന മനുഷ്യനെ, വായനക്കാരനെ നിരന്തരം ഡീകൺസ്ട്രക്ട് ചെയ്യുകയോ റീകൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ പുതുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വായന കഴിയുന്ന സമയത്തും നമ്മൾ മാറിപ്പോകും. നേരത്തെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കില്ല നമ്മൾ അതിന് ശേഷം. ഞാൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വളരെ മഹത്തായിട്ടുള്ളതും വളരെയധികം സ്വാധീനിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പുസ്തകമാണ് ഫോർ ദ ബെൽ ടോൾസ് എന്ന് പറയുന്നത്, മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. ആ പുസ്തകത്തിന്റെ മുൻഭാഗത്ത് 17-ാം നൂറ്റാണ്ടിലെ ഒരു കവിയായിരുന്ന ജോൺ ഡെന്റ് വാചകമുണ്ട്. ആ ജോൺ ഡെന്റ് വാചകത്തിലെ കവിതയിൽ നിന്ന് ഉള്ള ശകലമാണ് മണിമുഴങ്ങുന്ന ആർക്ക് വേണ്ടി എന്ന് പറയുന്ന തലവാചകമായി മാറിത്തീരുന്നു. ജോൺ ഡെൻ പറയുന്ന ഈ ഭൂമുഖത്ത് ഒരാൾ മരിച്ചു പോയാൽ, ഈ വൻകരയുടെ ഒരു തുണ്ട് കടലെടുത്തു പോയാൽ, ഒരു കരിയിൽ എരിഞ്ഞു തീരാൻ എന്ന പോലെ അത് എന്നിൽ ഒരു കുറവ് വരുത്തുന്നു എന്നാണ്. ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് നമ്മളിൽ അത്യാഘാതമായിട്ടുള്ള കുറവ് വരുത്തുന്നു. അതുകൊണ്ട് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നറിയാൻ നീ ആളെ അയക്കേണ്ടതില്ല, അത് നിനക്ക് വേണ്ടിയാണ് മുഴങ്ങുന്നത് എന്ന ആ കവിതയുടെ ശകലം എടുത്തു വെച്ചിട്ടാണ് ആ നോവൽ എഴുതുന്നത്. ആ നോവൽ എന്ന് പറയുന്നത് 1937 സ്പെയിനിലുണ്ടായ വിപ്ലവത്തെ തുടർന്ന് ലോകത്തുള്ള എല്ലാ സാഹിത്യ നായകന്മാർ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, ഇവിടെ എനിക്കിപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള മുഴുവൻ ആളുകളും ഒരുപക്ഷെ അന്ന് സ്പെയിനിലേക്ക് പോകുമായിരുന്നു എന്നാണ് എനിക്ക്. സ്പെയിൻ ആദ്യമായിട്ട് ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിത്തീരുന്നത് 1936-ലാണ്. 37-ൽ ആ ജനാധിപത്യ ഭരണകൂടത്തെ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന് പറയുന്നതായിട്ടുള്ള സ്വേച്ഛാധിപതി തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്രാങ്കോ ലീജിയൻ എന്ന് പറയുന്നതായിട്ടുള്ള പട്ടാള വ്യൂഹം അതിനിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ സ്പെയിനിലെ ജനങ്ങളെയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഭരണ സംവിധാനത്തെയും തകർക്കുകയും അതിന്റെ ഭാഗമായിട്ട് അതിനിഷ്ഠൂരമായിട്ടുള്ള ബോംബിംഗ് നടത്തുകയും ചെയ്തു. ആ ബോംബിംഗ് നടത്തിയതിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ചിത്രമാണ് ഗുർണിക്ക എന്ന് പറയുന്നത്. ഗുർണിക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. പാബ്ലോ പിക്കാസോ ജനിച്ച് വളർന്ന ഗ്രാമം. അദ്ദേഹം ആ സമയത്ത് പാരീസിലായിരുന്നു. ഇവിടെ ബോംബിംഗ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പാഞ്ഞു ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞ് കണ്ണീര് ഒഴുക്കുകയാണ് ചെയ്തത്. കാരണം തന്റെ ഗ്രാമം മുഴുവനും ബോംബെറിഞ്ഞ് അല്ലെങ്കിൽ ബോംബ് വീഴ്ത്തി ചുട്ടരിച്ച് പച്ചമാംസത്തിന്റെ കരിഞ്ഞ മണം കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അത് മുഴുവനായാൽ നെഞ്ചേറ്റിയിട്ട് തിരിച്ച് പാരീസിലേക്ക് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലേക്ക് പോയി ബ്രഷ് എടുത്ത് വരച്ചതാണ് ഗൂർണിക്ക എന്ന് പറയുന്നതായിട്ടുള്ള ചിത്രം. ആ ചിത്രം കുറെ നാളുകൾക്ക് ശേഷം 8 കോടി രൂപക്കാണ് ലേലം കൊണ്ടത്. അത്രമാത്രം വലിയ കലാമൂല്യമാണ്, അത്രമാത്രം പ്രതിഷേധത്തിന്റെ കലാപത്തിന്റെ പ്രതീകമായിട്ട് അത് മാറിത്തീർന്നു എന്ന് നമുക്കറിയാവുന്ന. എങ്ങനെ ഒരു ചിത്രകാരൻ താൻ ജീവിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിലെ മനുഷ്യക്കുരുതിക്കെതിരെ ബ്രഷ് എടുക്കും, അതിൽ നിന്ന് എങ്ങനെയാണ് മഹത്തായിട്ടുള്ള ഒരു ചിത്രം നിർമ്മിക്കപ്പെടുന്നത് എന്ന് ഗുർണിക്ക ലോകത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോ എഴുത്തുകാരൻ നിരന്തരമായിട്ട് നടത്തുന്ന അത്യുജ്വലമായിട്ടുള്ള അവന്റെ തന്നെ കലാപമാണ്, അവന്റെ തന്നെ പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ തന്നെ സ്പെയിനിൽ ഈ പ്രശ്നങ്ങൾ ഇടപെട്ട 2 എഴുത്തുകാരിൽ നിന്ന് 2 മഹത്തരമായിട്ടുള്ള സൃഷ്ടിയാണ് ലോകത്തിലേക്ക്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർ ദ ബെൽ ടോൾസ് എന്ന് പറയുന്ന, മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് അനിമൽ ഫാം എന്നാണ്. ജോർജ് ഓർവെൽ എഴുതിയ ആ അനിമൽ ഫാം എന്ന് പറയുന്നത് ലോകത്തെ സ്വച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെ ഏതൊരു എഴുത്തുകാരനും തീർത്തു വെക്കാൻ കഴിയുന്നതായിട്ടുള്ള മാതൃകാ പുസ്തകമായിട്ട് മാറിത്തീരുന്നു. അപ്പോൾ ഒന്ന് വിപ്ലവത്തെ അനുകൂലിക്കുന്നത്, ഒന്ന് വിപ്ലവത്തിനകത്ത് നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള പ്രതിലോമപരമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തുന്നതാണ്. ഫോർ ദ ബെൽ ടോൾസ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ നമ്മളൊരു വിപ്ലവകാരിയായി മാറിത്തീരും. നമ്മളൊരു വിപ്ലവകാരിയായി തീരാൻ അതിനകത്ത് ജോർദൻ എന്ന് പറയുന്നതായിട്ടുള്ള നായകൻ വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് അവനവന്റെ തോക്കെടുത്ത് കാഞ്ചിയിൽ വിരൽ വെച്ചിരിക്കാൻ, അവസാനത്തെ വെടിയുണ്ട തന്റെ മുന്നിലേക്ക് വരുന്നതായിട്ടുള്ള ശത്രുവിനെ നേരെ നിറയൊഴിക്കുന്നതിന് വേണ്ടി അവന്റെ ജീവൻ പോകുന്നവനറിയാം. അങ്ങനെ പോയാലും ഒരു ശത്രുവിനെ കൂടി ഉന്മൂലനം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് പോവുകയുള്ളൂ എന്ന് പറയുന്ന കരുത്ത് മരണത്തിന്റെ തീരത്തടുത്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് പോലും ഉയരുന്നു എന്നുള്ളതാണ്. അത് വിപ്ലവത്തിലേക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. എങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ജോർജ് ഓർവെൽ ആ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ കലാപത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ
ഉണ്ടായ അനുഭവം വ്യത്യസ്തമാണ്, അതിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതാണ് ആനുവൽ ഫാം എന്ന് പറയുന്നത്. ഞാനിതെല്ലാം സൂചിപ്പിച്ചത് എഴുത്തുകാരെങ്ങനെയാണ് സമൂഹത്തിൽ പ്രതികരിക്കുന്നത്, എഴുത്തുകാരെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഈ എഴുത്തുകാരെക്കാൾ മഹാരഥന്മാരായ ഒരുപാട് വായനക്കാരുണ്ട്. എഴുത്തുകാർ ഒരുപക്ഷെ അവരെഴുതുന്നതായിട്ടുള്ള പുസ്തകവും ആ പുസ്തകത്തിന്റെ ലോകങ്ങളിൽ മാത്രം വ്യാപൃതരാകുന്നവരാകാം. വായനക്കാരങ്ങനെയല്ല. അവരനേകായിരം എഴുത്തുകാരെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അനേകായിരം എഴുത്തുകാരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അവർക്കുണ്ടാകുന്ന ഒരു അറിവെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അനുഭൂതി എന്ന് പറയുന്നത്, അതേപോലെ തന്നെ അവരുടെ ഒരു അവബോധം എന്ന് പറയുന്നത് ഏതെഴുത്തുകാരനേക്കാളും വലുതായി മാറിത്തരുന്നു. അതുകൊണ്ട് മിക്കവാറും തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിക്കേണ്ടി വരുന്നത് എഴുത്തുകാരെ അവരെക്കാൾ കൂടുതലായിട്ട് വായനക്കാരെയാണ്. എല്ലാ വായനക്കാരും അങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ട് കഥയില്ല. ചില വായനക്കാർ അങ്ങനെയാണ്. ചില വായനക്കാർ നമ്മളുടെ സംസാരം കേൾക്കുന്ന സമയത്തോ, നമ്മളുടെ എഴുത്ത് വായിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ എന്തൊരു ശിശുവാണ് എന്ന് കരുതുന്നവരായിരിക്കും. കാരണം എന്താണ്? അവർ നമ്മളെക്കാൾ അത്ര മഹത്തായിട്ടുള്ള ജീവിതാനുഭൂതികളിലൂടെ സഞ്ചരിച്ചു പോയവരാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ജോൺ സ്റ്റീൻബെക്ക് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരന്റെ ദ ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറയുന്ന പുസ്തകം, അത് എക്കാലത്തും എന്നെ അസാധാരണമായ രീതിയിൽ സ്വാധീനിച്ചൊരു പുസ്തകമാണ്. ഞാൻ ആ പുസ്തകത്തിന്റെ 14-15 അധ്യായങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇരുന്ന് കരഞ്ഞുരുകി പോയിട്ടുണ്ട്. അമേരിക്കയിലെ പീച്ചുപഴത്തോട്ടങ്ങളിലും മുന്തിരിപ്പഴത്തോട്ടങ്ങളിലും ഒക്കെ പണിയെടുക്കുന്നതായിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരുടെ കഷ്ടപ്പാട് ദുരിതവും നിറഞ്ഞ വാർത്തകൾ തീ കത്തുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകാനായിട്ട് കഴിയുന്നതാണ്. ആ തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന്റെ എഴുത്തിനുണ്ട്. അതൊക്കെ നമ്മളെ വല്ലാതെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറെ കഴിയുന്ന സമയത്താണ് നമ്മൾ കസൻസാക്കിസിന്റെ പുസ്തകങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതിൽ ദി പ്രാക്ടിസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകം വായിച്ച സമയത്ത് ഇതുപോലെ തീപിടിച്ചു പോയി എന്നുള്ളതാണ്. നമുക്ക് തീപിടിക്കാൻ പറ്റുന്ന തരത്തിൽ എഴുത്തുകാരൻ എഴുതുകയും നമ്മളത് വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ എഴുത്തുകാരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മഹത്വത്തെ അത്യുജ്വലമാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള, ഞാൻ അധികം ദീർഘിക്കുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത്തരത്തിലുള്ള അനുഭൂതികളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന വലിയ മനസ്സുള്ള കുറേ മനുഷ്യരാണ് എൻ്റെ മുന്നിൽ. തീർച്ചയായിട്ടും അവരെ ആദരിക്കുന്ന ഈ ചടങ്ങ് എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ആഹ്ലാദകരമാണ്, അഭിമാനകരമാണ്. കാരണം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയേണ്ടത് ഇത് നമ്മുടെ എഴുത്തുകാരനാണ്. ഈ എഴുത്തുകാരൻ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അത്യാഹിതങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ നമുക്ക് നൽകാൻ തരുന്ന ആ കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്തതാണ്. ആ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരും ഒരേപോലെ തന്നെ ഉയർന്നു നിൽക്കുന്നവരും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. നമുക്ക് പറയണം, നമ്മുടെ പറവൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ ഒരു പ്രതിഭാശാലികളുടെ ഒരു കൂട്ടം നിറഞ്ഞ ലോകമാണ് എന്നുള്ളത്. അവരുടെ ഒപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുകൂടി ഒരു വലിയ അഭിമാനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള മനുഷ്യരാണ് നമ്മളെ മഹത്തരമാക്കി മാറ്റി തീർക്കുന്നത്. എനിക്കും തോന്നുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, നിങ്ങളുടെ ചുറ്റും ഞാനും മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ നമുക്ക് ഈ മഹത്തായിട്ടുള്ള ഒരു മനുഷ്യന്റെ മഹത്തായിട്ടുള്ള സ്വപ്നം, എഴുത്ത്, ഈ വായന ദിനത്തിലും അതേപോലെ തന്നെ എഴുത്തിനെ കുറിച്ചും വായനയെ കുറിച്ചും ഒക്കെയുള്ള സ്വപ്നങ്ങൾ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് കഴിയുന്നത് ഇങ്ങനെ കുറെ ആളുകളുള്ളതിന്റെ പേരിൽ മാത്രം. ഇങ്ങനെ കുറെ ആളുകളില്ലെങ്കിൽ നമ്മൾ ആരോട് സംസാരിക്കാൻ? നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ വികാരങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പങ്കുവെക്കാനായിട്ട് കഴിയും? അത് പങ്കുവെക്കാൻ സ്വാഭാവികമായിട്ടും കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുടെ ഇടയിൽ ഇരിക്കേണ്ടത് ഒരാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ മുറി നിറയെ അതാണ് അവരോടൊപ്പം ഉള്ള ആ ഇരിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്തം എന്നെ അത്യാഹ്ലാദവാനാക്കി മാറ്റി തീർക്കുന്നു. ആ ആഹ്ലാദം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.